ഗോസിപ്പ് വാർത്തകൾ എത്തിക്കാറുള്ളത് ഡാഷാണ്. അഹാന ഇഷാനി ഒന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇരുന്ന് കുറ്റം പറയാന്നല്ല, പക്ഷെ നമ്മുടെ എന്തെങ്കിലും ആയിരിക്കും, വല്ല പരിചയക്കാരുടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര സുഖമാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന അഹാന വീട്ടിലെ പരദൂഷണത്തിന്റെ മെയിൻ ആളാണ് എന്നും പറഞ്ഞ് വീണയുടെ ചാനലിൽ സെക്കൻഡ് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അത് വെച്ചൊരു കൊടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞായിരുന്നു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ തന്നെ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു Q&A ആയിരുന്നു. വാട്ട് യു വാണ്ട് ടു സേ ടു ദ പീപ്പിൾ ഹു ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ലോഗ്? സം ഡേയ്സ് ഐ ഡു ചാരിറ്റീസ് ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫെല്ലോ യൂട്യൂബേഴ്സ്. ആ ഒരു മഹാമനസ്കതാരം കാണാതെ പോരുത്. കാര്യം എല്ലാ ആളുകൾക്കും അങ്ങനെ ചാരിറ്റി ചെയ്യാനുള്ള ഒരു മനസ്സോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ദിയ കൃഷ്ണയ്ക്ക് ആ ഒരു ചാരിറ്റി ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. ലെറ്റ് ദം മേക്ക് എ ലിറ്റിൽ മണി വിത്ത് മൈ ക്യൂട്ട് പിക്ചേഴ്സ് ആൻഡ് സ്റ്റോളൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും തൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിപ്പോയി എന്നുള്ളൊരു കാര്യം സമ്മതിക്കരുത് കേട്ടാ. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റും. ആ സമയത്ത് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ആ ഒരു മദേഴ്സ് ഡേ വ്ലോഗിൽ ആ സംഭവത്തിൽ ഒന്ന് ടങ് സ്ലിപ്പായതാണെന്നോ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ അങ്ങനെ ആയി പോയാന്നോ എന്ത് വേണമെങ്കിലും പുള്ളിക്കാരിക്ക് അത് പറയാം, അല്ലേ? ഓക്കെ, തെറ്റ് പറ്റിപ്പോയെന്ന് സമ്മതിക്കണമെന്ന് തന്നെ ഇല്ല. അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോകുന്ന എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതി. അപ്പോഴും ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ അതെന്താണ്? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ അമ്മായിയമ്മേനെ നിങ്ങളെ കാവിലെ അമ്മ എന്നോ റോഡിൽ നിൽക്കുന്ന ആളെന്നോ അല്ലെങ്കിൽ മീനമ്മ എന്നൊക്കെ വിളിക്കുന്ന നിങ്ങളുടെ താല്പര്യമാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം ചേർത്ത് പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ്, നിങ്ങൾ അച്ഛനും അമ്മയും ഇല്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ പോയി അവരെ അങ്ങനെയുള്ള റോഡിൽ നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചോളും നിങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു സാധനം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്രയോ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ പല ആളുകൾക്കും അച്ഛനമ്മ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരുമാതിരി അങ്ങനെ പറയണ ആ ഒരു വർത്താനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര മോശമല്ലേ? എന്നിട്ട് നിങ്ങൾ പറയുന്ന കാര്യമാണ്, ഓസീനെ ഞാൻ വേറൊരാളെ അമ്മ എന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കൂല, എനിക്ക് സ്ട്രെസ് ആവുന്നത്. അതായത് തൻ്റെ ആ ഒരു താല്പര്യം സ്വന്തം കുഞ്ഞിലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് സ്വന്തമായിട്ട് എല്ലാം എനിക്കിഷ്ടം, ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു ചിന്തയിൽ നടക്കുമ്പോഴത്തേക്ക് കുറച്ച് മര്യാദയൊക്കെ കാണിക്കണേ. ഈ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരാണ്, എല്ലാവർക്കും തെറ്റുകൾ പറ്റും. പക്ഷെ അത് സമ്മതിക്കാൻ ദിയ കൃഷ്ണയ്ക്ക് പറ്റില്ല. ഇനി പറഞ്ഞേക്കുന്ന ഈ പ്രസ്തുത ഇന്റർവ്യൂലോട്ട് നമുക്ക് വരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിയാക്ട് ചെയ്തിരുന്നു ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ. ഇനി ഒരു തേർഡ് പാർട്ട് കൂടെ വരാനുണ്ട്, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സെക്കൻഡ് പാർട്ടിൽ ആ ഒരു ഭാഗങ്ങളിലോട്ട് നമുക്ക് പോവാം. മിക്കവാറും ഗോസിപ്പ് വാർത്തകൾ എത്തിക്കാറുള്ളത് ഡാഷാണ്. അഹാന ഇഷാനി ഗോസിപ്പ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അഹാനകൃഷ്ണൻ നമ്മുടെ ചാനലിൽ വന്നിട്ടേക്കുന്ന ഒരു കമന്റിന് റിപ്ലൈ ആയിട്ട്. ആ കമന്റ് ഞാൻ ഒന്നുകൂടെ വായിക്കാവേ. ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് അതർ ദാൻ മേക്കിംഗ് കണ്ടന്റ് ബൈ സ്പിറ്റിംഗ് ഹേറ്റ് ഓൺ അതേഴ്സ്, waking up every day morning just to look at what someone who has no connection with you has done or said just to twist and turn it to give your channel a content by revenue, pathetic എന്ന് പറഞ്ഞായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ വീഡിയോക്കകത്ത് ഇത് നിങ്ങളുടെ ഈ പറയുന്ന ഫാമിലിയിൽ ഈ ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ള ഈ ആളുകൾ പബ്ലിക്കിൽ എന്താണോ വന്ന് പറഞ്ഞേക്കുന്നത് അതിനെ മാത്രമാണ് ഞാൻ എടുത്തിട്ട് സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ കൈ നിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യമൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇവിടെ വന്ന് പറഞ്ഞത് ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് എന്നും പത്തറ്റിക് എന്നും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പരദൂഷണം വീട്ടിൽ വന്ന് പറയുന്ന വ്യക്തി അഹാനകൃഷ്ണൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ വാക്കെന്തെങ്കിലും മാറിപ്പോയതാണോ? പരദൂഷണം എന്ന് തന്നെ ഇല്ലേ നിങ്ങളിവിടെ പറഞ്ഞേക്കണത്? ആൻഡ് ഇതിനകത്ത് ഏതും പോരാത്ത ഇഷാനി കൃഷ്ണ പുള്ളിക്കാരിനെ എടുത്ത് വെച്ചേക്കാണ് ഇങ്ങോട്ടേക്ക്. പാമ്പിടിച്ച കൊച്ച്, നിങ്ങളുടെ കൂട്ട് ബഹിരാകാശത്തോട്ട് ഇതുവരെ സഞ്ചരിച്ചില്ലാത്തൊരു കുട്ടിയാണ്. പുള്ളിക്കാരിനെ ഇതിനകത്തോട്ട് വീണ്ടും വലിച്ചിട്ടിട്ട് ഇനിയും പുള്ളിക്കാരിനെയും കൂടെ എയറി കയറ്റി വിടാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് ബാക്കി കേൾക്കാം. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ഗോസിപ്പ് കഥ ഏതാണ്? ഡെയിലി ഓരോരോ കാര്യങ്ങൾ നമ്മുടെയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നതൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇരുന്ന് കുറ്റം പറയാന്നല്ല, പക്ഷെ അല്ല, ഈ ഒരു വ്യക്തി തന്നെയല്ലേ ഒന്ന് ആ ഒരു കമന്റ് ഇട്ടത്, ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് പത്തറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, പരദൂഷണം പറയാനെ കൊണ്ട് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പബ്ലിക്കായിട്ട് എനിക്ക് പരദൂഷണം പറയാൻ ഇഷ്ടം, അതൊരു സുഖമാണെന്ന് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഇത്തരത്തിൽ എൻ്റെ കമന്റ് ബോക്സിൽ അങ്ങനെ ഒരു കാര്യം പത്തറ്റിക്കാണെന്ന് ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് എന്നും പറഞ്ഞേക്കുന്നത്. അല്ല, നമ്മൾ ചെയ്യുമ്പോൾ പത്തറ്റിക്ക്, ഇവർ ചെയ്യുമ്പോൾ എസ്തറ്റിക് അല്ലേ?
കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് ഒന്നും പത്തിറ്റിക്കുന്ന നിങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്താണ് നിങ്ങൾ പോയി പറയേണ്ടത്. ദിയകൃഷ്ണൻ്റെ അടുത്ത് ഹൻസിയുടെ അടുത്തും ആണ് നിങ്ങളത് പറയേണ്ടുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ ചേർത്ത് പറയാണ്, നിങ്ങൾ ഇടയ്ക്കൊക്കെ കണ്ണാടി നോക്കി കൂടി ഈ ഒരു കാര്യം പറയുന്നത് ബെറ്റർ ആയിരിക്കും. ആർക്കും ഒരു ദോഷം ഉണ്ടാക്കുന്ന അത് പരദോഷമല്ല. സത്യമാണ്. ഈ മറ്റേ അതറിഞ്ഞോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവരും കൂടി അങ്ങനെ സംസാരിക്കാനും പറ്റില്ല. നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വല്ല പരിചയക്കാരുടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും. അത് ഭയങ്കര സുഖമാണ്. അതൊരു നെഗറ്റീവ് കാര്യമല്ല. കാരണം ഇപ്പൊ നമ്മൾ ആരെങ്കിലും ദ്രോഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും പറയുന്നത് ആർക്കെന്ത്, നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര സ്പിൽ ദ ടീ നമ്മളത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പരിചയക്കാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അല്ല. അതിനകത്ത് കമന്റിൽ നിങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പറ്റിയിട്ട് നമുക്കിവിടെ വിമർശിക്കണമെങ്കിൽ നമ്മുടെ മാമനും മച്ചാനും ആവേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ട് നിങ്ങളിപ്പോൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ? ഈ പറയുന്ന പരിചയക്കാരോ അല്ലാത്തതോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ? അതോ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടോ? അതുകൊണ്ടാണോ? നമ്മുടെ മനസ്സിലാവണില്ലേ? നമ്മളിങ്ങനെ സ്പിൽ ദ ടീ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനും ഇഷാനിയാണ് മെയിൻ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞു വരുന്നത്. പാവടാ ഇഷാനി, പാവടാ. പുള്ളിക്കാരി ഒരു വഴി കൂടെ നൈസായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തില് ഏറി കയറാത്ത ഒരാളാണ് പുള്ളിക്കാരിനെ വെറുതെ പിടിച്ച് ഇവറ്റവൾ ഇനിയും പിടിച്ച് ഏറി കയറ്റുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാണെങ്കിലും നന്നായിട്ടുണ്ട്. നമ്മൾ ഇവർ പബ്ലിക്കിൽ വന്ന് കൊണ്ടിട്ടേക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. അല്ലാതെ നമ്മളായിട്ട് പോയിട്ട് ഇവർ ഈ പറഞ്ഞ വിട്ട് അതില്ലേ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങളിങ്ങ് ഓടി വന്നേ ഞാൻ പറയാം എന്നല്ലല്ലോ വന്ന് പറഞ്ഞത്. ഇത് ഓൾറെഡി ഇവർ പബ്ലിക്കിൽ കൊണ്ടിട്ടേക്കുന്ന വിഷയത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. അല്ലാതെ നമ്മൾ പോയിട്ട് ഒളിക്യാമറ വെച്ചിട്ടോ ഇവരുടെ ഫോൺ ഹാക്ക് ചെയ്തെടുത്തിട്ടോ വന്ന് എടുത്ത് പറഞ്ഞേക്കുന്ന സംഭവങ്ങളല്ല. ഓക്കെ, അങ്ങനെയുള്ളപ്പോഴാണ് ഇവർ പറയുന്നത് പരദൂഷണം പറയാൻ അതൊരു സുഖമാണ്. എന്താ സുഖം? ഞാൻ പറഞ്ഞില്ലേ, ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് സോ പത്തറ്റിക്. എനിക്ക് അത്രേ പറയുള്ളൂ. അമ്മയുടെ ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ഡയലോഗ് എന്താണ്? ഒന്ന് പോയി എനിക്ക് തലവേദന തരല്ലേ ഞാൻ അമ്മ എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും എല്ലാവരുടെയും കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിക്കുന്ന അമ്മയാണെന്ന് തോന്നുന്നു, അല്ലേ? നിങ്ങൾ എല്ലാ മക്കളുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണോ? അമ്മയ്ക്ക് എന്ന് പറഞ്ഞാല് ആ സ്ട്രെസ്സിൽ അമ്മ എന്തോ സമാധാനം കണ്ടെത്താറുണ്ടെന്ന് തോന്നുന്നു. സ്ട്രെസ് ഇല്ലെങ്കിൽ ജീവിതം അമ്മയ്ക്ക് വേറെ കാം ഡൗൺ, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ഇങ്ങനെ എല്ലാത്തിനും സ്ട്രെസ് എടുക്കല്ലേ. പക്ഷെ ഓവർ ദ ഇയേഴ്സ് ഐ ഹവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അമ്മ ഈ കെയോസിലാണ് ത്രൈവ് ചെയ്യുന്നത്. എല്ലാം ഭയങ്കര സമാധാനമായിട്ടിരുന്ന എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അതിലൊരു എന്തോ ഒരു എന്താ ഒരു ഡിസ്കംഫർട്ട് അതിൽ തോന്നുന്നു. അപ്പം ഈ സമാധാനക്കുറവ് അമ്മയുടെ ഒരു കൂടപ്പുറപ്പായി മാറിയിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം ജീവിതമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ആ ഒരു കെയോസ്, ആ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഇതുപോലെ ഏറി കയറുന്നത്. അപ്പം അയ്യോ മക്കൾ ഏറി കയറിയല്ലോ എന്നുള്ള രീതിയിൽ അത് ആലോചിച്ചുകൊണ്ട് സ്ട്രെസ് അടിക്കാമല്ലോ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ലൈൻ മനസ്സിലായത്. അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ആ രീതിയിലായിരിക്കും, ആ കെയോസിൽ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു അമ്മേനെ സന്തോഷിപ്പിക്കാൻ, ഐ മീൻ ആ ഒരു അമ്മയ്ക്ക് സന്തോഷം കിട്ടുന്ന കാവിലെ അമ്മയൊന്നുമല്ല. അപ്പോൾ നമ്മൾ അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇത്തരത്തിൽ ആ ഒരു സ്ട്രെസ്സിൽ കാര്യങ്ങളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് മക്കൾ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറിപ്പോ എന്ന് പറയുന്നത് ആ ഒരു അമ്മയോടുള്ള ഒരു സ്നേഹം കാണിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണ്. അത് നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. അവരങ്ങനെ ഒരു മിസ്റ്റേക്ക് ദിയകൃഷ്ണയുടെ ഭാഗത്തുനിന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു. ദിയകൃഷ്ണൻ തന്നെ പറഞ്ഞില്ല, ചാരിറ്റി ആണ്. അങ്ങനെ ആ ഒരു അമ്മയ്ക്ക് ക്യാവസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മക്കൾ ഇതുപോലെ ബഹിരാകാശ സഞ്ചാരികളായിട്ട് മാറിയിട്ടുള്ളത്. എന്നാണെങ്കിലും ആ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബഹിരാകാശ സഞ്ചാരികളായിട്ട് മാറാൻ കാണിച്ചിരിക്കുന്ന ആ മക്കളുടെ മനസ്സൊരിക്കലും നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ. സത്യമായിട്ട് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവം ഈ കൊച്ചിങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ആവാൻ ഇതിനെങ്ങനെയാണോ പറ്റുന്നതെന്ന് സത്യം ആലോചിക്കാറുണ്ട്. വെരി മച്ച്. അതെ, ഞാൻ കുഞ്ഞില് ജിംനാസ്റ്റിക്സിനൊക്കെ പോയായിരുന്നു. ആക്ച്വലി കുഞ്ഞിന് അതുകൊണ്ടല്ല ഞാൻ ഫ്ലെക്സിബിൾ ആയത്. പഴയ എല്ലാ സ്ഥലത്തും പോയ ഡയലോഗ്. കാരണം ജിംനാസ്റ്റിക്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണം. അത് അന്ന് സ്കൂളിൽ ഇറ്റ് വാസ് ലൈക്ക് 9th സ്റ്റാൻഡേർഡ് നമുക്ക് ബോർഡ് എക്സാം ഉണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ അമ്മ എനിക്ക് ട്യൂഷനൊക്കെ പോകണം, എനിക്ക് ജിംനാസ്റ്റിക്സ് ഒരു ഇത് അങ്ങനെ വന്നിട്ടായിരുന്നു. ഞാൻ ജിംനാസ്റ്റിക്സ് മാത്രം 2-3 വേറെ സംഭവത്തിന് പോകുന്നുണ്ട്, വേറെ ക്ലാസ്സസ് ഭരതനാട്യമൊക്കെ. അപ്പോൾ സ്കൂൾ ബോർഡ് എക്സാം എന്ന് പറയുന്ന പേരിലാണ് പിന്നെ പോയി. പിന്നെ കോവിഡ് ഒക്കെ ആയപ്പോൾ തിരിച്ച് ക്ലാസ്സിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അപ്പോൾ പണ്ട് തൊട്ടേ എനിക്ക് സ്പ്ലിറ്റ് ഫ്ലെക്സിബിലിറ്റി കുറച്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ ജിംനാസ്റ്റിക് ക്ലാസ് കൂടെ പോയതിന് ശേഷം കുറേ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കുറേ വീഡിയോസ് ഒക്കെ ഇടും. സത്യമായിട്ട് ഞാനൊക്കെ കണ്ടിട്ട് കണ്ണു തള്ളിയിട്ടൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷെ അത്
ഞങ്ങളും. അതായത് ഈ ആദ്യത്തെ ഇന്റർവ്യൂ എടുത്തപ്പോൾ 2 വർഷം മുമ്പായിരുന്നു ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് അമ്മയും എന്നോട് പറഞ്ഞു അവിടെ യൂട്യൂബിന്റെ റവന്യൂ വരുമ്പോ 10 രൂപ കിട്ടുന്ന ആള് ഹൻസു ആണെന്ന്. ആ 10 രൂപ ഗ്രൂപ്പിലിടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കും യൂട്യൂബ് മണി ഹസ് കം ടെൽ ഈച്ച് പേഴ്സൺസ് അമൗണ്ട് 10. അല്ല, ഞാൻ ഭയങ്കര കോളേജുള്ള ടൈമിൽ ഭയങ്കര ഇനാക്റ്റീവ് ആയി. എക്സാം ഒക്കെ വരുമ്പോൾ 2 മാസമൊക്കെ ഞാൻ വീഡിയോ ഇടാതെ കേൾക്കും. അപ്പം അമ്മ പറയും റവന്യൂ വന്നു. ഞാൻ പറയും അതിൽ 10 രൂപ ബാക്കി വെച്ചിട്ട് ബാക്കി നിങ്ങൾ ഞാൻ ഭയങ്കര ഇനാക്റ്റീവ് ആയിരിക്കും യൂട്യൂബിൽ. പക്ഷേ ലാസ്റ്റ് 3rd ഇയർ ഒക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു. ഇതൊക്കെയോ മറ്റേ ടൈമിൽ എക്സാം ഒക്കെ വരുമ്പോൾ അതേ ചോദിക്കാൻ വരായിരുന്നു, 10 രൂപ എന്ന് പറയുന്ന ആ അമ്മുന്റെ ആ ഒരു ഭാവത്തെ മാറ്റിമറിച്ചോ എന്നുള്ളത്. അല്ല, അത് ഇപ്പൊ ഒക്കെ കുറച്ച് ബെറ്റർ. ഇടയ്ക്ക് ഒരു പോയിന്റ് എന്റെ അക്കൗണ്ട് ഇങ്ങനെ ഡെഡ് ആയിട്ട് എടുക്കും. സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും, വ്യൂസ് ഒക്കെ ചോദിക്കും, ലൈക്ക് എവിടെ വീഡിയോ, എവിടെ ബ്ലോഗ്, എവിടെ വേറെ യൂ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കോളേജ് ബ്ലോഗ്സ് ഒക്കെ ഇടും. കോളേജ് കാരണം കുറെ ഇന്നാക്റ്റീവ് ആയത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറെ പേര് ചോദിക്കും എങ്ങനെ മാനേജ് ചെയ്യുന്നത് സ്റ്റഡീസും സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്തതിലാണ് ഞാൻ കുറച്ച് സ്ട്രെസ്സായി, ഹെൽത്ത് ഒക്കെ കുറച്ച് മോശമാണ്. അതുകൊണ്ടായിരുന്നു ഞാൻ ഈ ഫുൾ ബ്രേക്കിന്റെ കാര്യം ഇങ്ങനെ പറയുന്നത്. അത് പറ പാവം കൊച്ചിനെ കഴിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന മ്യൂസിക് വീഡിയോ ചെയ്തപ്പോൾ അതിനും പേയ്മെന്റ് കൊടുത്തിട്ടില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റിൽ വെറും 10 രൂപ മാത്രമാണ് ഹൻസയ്ക്ക് അവർ കൊടുക്കുന്നത്. അങ്ങനെയുള്ളപ്പം എന്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ചെയ്ത് തുടങ്ങിക്കൂടാ, അതിൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഇട്ടുകൂടാ എന്ന് ഹൻസിക ചിന്തിച്ചതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പേയ്മെന്റ് വീട്ടിൽ നിന്ന് വെറും 10 രൂപ മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പം അങ്ങനെയുള്ളപ്പോൾ സോ പത്തറ്റിക് എനിക്ക് അതേ പറയാനുള്ളൂ. അവസ്ഥയ്ക്ക് എന്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കംപ്ലൈന്റ് പറയാറുണ്ടോ? മറ്റേ നമ്മൾ 3 പേരും ഇച്ചിരി ഒന്ന് വളർന്നു എന്ന് പറയുമ്പോൾ ഇഷാനിക്ക് 5 വയസ്സാണ്. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും ഹൻസികയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഹൻസികയ്ക്ക് ഒരു ഫസ്റ്റ് കുട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ കെയർ കിട്ടിയിട്ടുണ്ട്. ഹൻസികയ്ക്ക് ബേബി ആയിരിക്കുമ്പോൾ കെയർ ചെയ്യാൻ ഇതേപോലെ ഓമിക്ക് ആൾക്കാർ ക്യൂ നിൽക്കുന്ന പോലെ നമ്മുടെ വീട്ടിലൊരു വീഡിയോ ഉണ്ട്. ഹൻസികനെ എടുക്കാൻ ഇഷാനിക്ക് കൊടുക്കാത്തത് കൊണ്ട് ഇഷാനി അലറി വിളിച്ച് കരയുന്നു. അങ്ങനെ അപ്പം ഹൻസികയ്ക്ക് ഐ തിങ്ക് എല്ലാ ഡയറക്ഷനിലും ഈ കെയർ ഇച്ചിരി കൂടി പോയെങ്കിലേ ഉള്ളൂ. ആണോ? അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ വഴക്കിടുമ്പോഴോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏറ്റവും ഇളയ ആളായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യുന്നത്? കാര്യമായിട്ട് എടുക്കാറില്ല. ആ പ്രശ്നം ഉണ്ടാവും. അത് പറയും, അമ്മ പറയും നീ 4ാമത്തെ അല്ലേ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഇടയ്ക്ക് കോമഡിക്ക് പറയാറുണ്ട്. ലൈക്ക് എന്തുവാ അമ്മയ്ക്ക് 4 പിള്ളേരുണ്ട്, അമ്മയ്ക്ക് എല്ലാവരെയും നോക്കാൻ പറ്റില്ല. ചില സിറ്റുവേഷൻ അവർ കോമഡി രീതിയിൽ പറയും. ഞാൻ പറയും അമ്മ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം, അമ്മ ഞാൻ ഇളയതാന്ന് വെച്ചാൽ അങ്ങനെ ട്രീറ്റ് ചെയ്തത്. അങ്ങനെ കാര്യമൊക്കെ ഉണ്ടാകും. ഈ ചെറിയ കുട്ടിയാകുമ്പോൾ ഈ ചെറിയ കുട്ടി വലിയ കുട്ടി ആയി എന്നുള്ളത് എല്ലാവർക്കും രജിസ്റ്റർ ആവില്ല. അതുകൊണ്ട് കൊച്ചുകുട്ടി പറയുന്ന എന്തോ പൊട്ടത്തരം എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്യും. ലൈക്ക് മേ ബി ഞാൻ പറയുന്ന കാര്യങ്ങളെ എല്ലാവരും ഇച്ചിരി കൂടി കാര്യമായിട്ട് ഞാൻ വലിയ കുട്ടി ആയ കാരണം കാര്യമായിട്ട് എടുത്തത് അങ്ങനെയാണ്. ഇവിടെ ഇപ്പോഴും മറ്റേ ഒരു 10 വയസ്സ് പോലെയാണ് കാണുന്നത്. അപ്പൊ ഇവള് പറയുന്ന കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പൊ ചിലപ്പോൾ ഇവള് പറയേണ്ടി വരും. അതായത് ഞാൻ വലുതായി, ഞാൻ പറയുന്ന കറക്റ്റ് ആണ്, ഞാൻ പറയുന്ന കാര്യമായിട്ട് എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ റൈറ്റ്സിന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യാറുണ്ട്. പാവം. അതെന്തായാലും നന്നായി. കാര്യം ഞാനും ഈ ഒരു സംഭവം ഫോളോ ചെയ്യാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ പല ആളുകൾ ഇത്തരത്തിൽ ഇപ്പോഴും ഞാൻ കൊച്ചുകുട്ടിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ല, ഞാൻ കൊച്ചുകുട്ടിയല്ല, ഞാൻ വളർന്ന് വലുതായി എന്നുള്ളത് അവരുടെ മുന്നിൽ എനിക്ക് തെളിയിച്ച് കാണിക്കണം. ആ ഒരു റൈറ്റിന് വേണ്ടി എനിക്ക് പോരാടണം. അതുകൊണ്ട് ഞാനും ഒരു സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് പരിപാടി ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. കാര്യം എല്ലാവരും കുടുംബക്കാരെല്ലാം അറിയട്ടെ ഞാനും വലിയ ചെക്കനായെന്ന്. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അതായത് അച്ഛൻ ഹൻസുനെ ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്ന ഒരു കാര്യം ഡാഷാണ്, ക്വിക്ക് ഫയർ റൗണ്ടാണ്. പ്രേ ചെയ്യണം, ലൈക്ക് ഗാർഡനിലൊക്കെ പോയി കുറച്ച് നേരം ഫോണൊക്കെ മാറ്റി വെച്ച് ഫ്രഷ് എയർ ഒക്കെ പോയി ബ്രീത് ചെയ്ത് ഗാർഡനിൽ പോയി, അതൊക്കെ എപ്പോഴും അച്ഛൻ പറയാം. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഞാനും ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഫ്രഷ് എയർ കൊള്ളാൻ ഞാനും പോവുകയാണ് ഗാർഡനിലോട്ട്. ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് പത്തറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് ഹരകൃഷ്ണ നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഇല്ലേ, നിങ്ങൾ ഇങ്ങനെ ആ ഒരു ഇടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് വീട്ടില് പരദൂഷണം പറയുന്ന മെയിൻ ആള് നമ്മളാണ്. അത് പറയുമ്പോൾ നമുക്കൊരു സുഖമാണ് പരദൂഷണം പറയുന്നത് എന്ന അഭിമാനത്തോടെ വന്ന് അത്തരത്തിൽ പബ്ലിക്കായിട്ട് നിങ്ങളത് പറയുമ്പോൾ തിരിച്ച് ഇങ്ങനെ ഒരു കമന്റ് കൂടി ഇട്ടിട്ട് നിങ്ങൾ പോകുമ്പോഴത്തേക്കിന് നിങ്ങളെ ഇത് ബഹിരാകാശത്തോട്ട് കയറ്റി വിടുകയല്ലേ ഉള്ളൂ. നിങ്ങളെ ഒന്ന് ആലോചിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ആ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ കെയോസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് 2 മക്കളും ഇത്തരത്തിൽ ബഹിരാകാശത്തേക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഹൻസികയും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തൊട്ട് പുറകെ പോകാൻ വേണ്ടിയിട്ടാണോ? എനിക്കിതേ പറയാനുള്ളൂ. ആ നിങ്ങൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് പറയുക ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് സോ പത്തറ്റിക്. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.